13. ഓക്കെ. ഓക്കെ, 13, 13. നെക്സ്റ്റ് 20. 20. നെക്സ്റ്റ് നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. തീർച്ചയായിട്ടും ഇത് കാണുന്ന പാരന്റ്സിന് കുട്ടികൾക്ക് മെമ്മറിയുടെ ഒരു ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ കുഞ്ഞുങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടെ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്താ? ടോക്സിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ആളൊന്നും അല്ല, മെമ്മറിയിലെ പുലിയാണ്. ഗിന്നസ് ശാന്തി സത്യൻ, കൊല്ലം കടയ്ക്കൽ സ്വദേശിയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇതുപോലെ ഒരു റെക്കോർഡ്. നേരത്തെ ഇതിന് മുൻപേ ഈ ഒരു ഐറ്റത്തിൽ റെക്കോർഡ് ഉണ്ടായിരുന്നത് ഒരു നേപ്പാൾ സ്വദേശിക്കാണ്. എന്താണ് ശാന്തിയുടെ റെക്കോർഡെന്നും അതുപോലെ എനിക്ക് മനസ്സിലായത് ഈ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോഴേ ഓർമ്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമ്മളൊരു മസിൽസ് ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് മെമ്മറി ട്രെയിൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്ന് കുറേ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ. മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പാരൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. കുട്ടികൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ശാന്തിയുടെ ഒരു ബ്രെയിൻ ഹാക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോളൂ, ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം എന്നെ കോണ്ടാക്ട് ചെയ്തതിന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നു അതെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത്. സന്തോഷം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ശാന്തിയുടെ ഗിന്നസ് റെക്കോർഡിൽ കൂടെ തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഓക്കെ, ആദ്യം എന്റെ ഗിന്നസിന്റെ ടൈറ്റിലെ പറ്റി പറയാം. ലോങ്ങസ്റ്റ് സീക്വൻസ് ഓഫ് ഒബ്ജക്ട്സ് മെമ്മറൈസ്ഡ് ഇൻ 1 മിനിറ്റ് ആയിരുന്നു അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായത് വിറ്റ്നസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒബ്ജക്റ്റിനെ ഒരു സീക്വൻസിൽ, ഒരു സ്പെസിഫിക് സീക്വൻസിൽ അവരെടുത്ത് വെക്കും. അതിനെ എനിക്ക് 1 മിനിറ്റ് ടൈം തരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ ഒബ്ജക്റ്റിനെ വീണ്ടും അതേപോലെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുക, അതേപോലെ എടുത്ത് അടുക്കി പിറക്കി വെക്കുക എന്നുള്ളത് എന്റെ ടാസ്ക്. നിലവിലുണ്ടായിരുന്ന റെക്കോർഡ് നേപ്പാൾ സ്വദേശി അർപ്പൻ ശർമ്മയുടെ പേരിലായിരുന്നു. 42 ആയിരുന്നു അദ്ദേഹത്തിന്റെ റെക്കോർഡ്. അതിനെ 45 ബ്രേക്ക് ചെയ്തത്. പിന്നെ ഈ ഒരു ജേണി, ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്, അജിത് സൂര്യ. അദ്ദേഹം സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. അദ്ദേഹമാണ് ഈ മെമ്മറി എന്ന് പറയുന്ന ഫീൽഡിൽ മെമ്മറി ട്രെയിനിങ് ഉണ്ടെന്നും ഇത്തരം ട്രെയിനിങ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങളെ എഫർട്ട്ലെസ് ആയിട്ട് ഹാപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം, അങ്ങനെ ഒരുപാട് മെത്തേഡുകളെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചത്. പിന്നീട് ഈ മേഖല ഇഷ്ടപ്പെട്ട് പതിയെ പതിയെ ട്രെയിൻ ചെയ്ത് വരുമായിരുന്നു. അപ്പൊ ശാന്തി സ്കൂളിൽ എങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു? സ്കൂളില് ഞങ്ങളുടെ സമയത്ത് ഡിസ്റ്റിങ്ഷൻ, ആ ഒരു മാർക്കിന്റെ സിസ്റ്റം ആയിരുന്നു. ആ സമയത്ത് ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഉണ്ട്. സ്കൂളിൽ 4th റാങ്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ആവറേജ് അല്ല, ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഇത്തരം മെത്തേഡുകളൊന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈ ഹാർട്ട് മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന രീതി അതാണല്ലോ, ആ മെത്തേഡ് വെച്ച് പഠിച്ചു വരുവായിരുന്നു ചെയ്തത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു മേഖലയെ പറ്റി അറിയുന്നത്. എനിക്ക് ആ സമയത്ത് തോന്നിയത് ഇത്തരം കാര്യങ്ങൾ എന്റെ 10th എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യായിരുന്നു എന്ന് അന്ന് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് പാരന്റ്സ് ഒക്കെ കേൾക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് കേൾക്കുന്നവർക്ക് ഫൈനലി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ കിട്ടുമോ? ഇപ്പൊ എങ്ങനെ മെമ്മറി കൂട്ടാൻ പറ്റും? അതെ, തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നതാണ്. കാരണം ഒരുപാട് പേർക്ക് അറിയില്ല ഈ ഒരു മേഖല, മെമ്മറി ട്രെയിനിങ് എന്നൊരു സംഭവം ഉണ്ടെന്നും. മെമ്മറി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് നമുക്കൊരു ഇൻബോൺ ടാലന്റ് ആയിട്ട് കിട്ടുന്നതാണ് മെമ്മറി എന്നൊരു തെറ്റായ ധാരണയുണ്ട്. അത് അങ്ങനെയല്ല. ലൈക്ക് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് മസിൽ ഡെവലപ്മെന്റ് നടക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. നമുക്ക് ശരിയായ രീതിയിൽ ശരിയായ മെത്തേഡുകൾ വഴി ട്രെയിനിങ് എടുക്കുവാണെങ്കിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യുന്നത്? അതിന്റെ ഒരു ബേസിക് സ്റ്റെപ്പ് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മെമ്മറി ട്രെയിനിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് പേരൻസ്, ഓരോ കുട്ടികൾ എന്ന് പറയുന്നത് മാമിന് അറിയാലോ, ഗാർഡനേഴ്സിന്റെ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് 8 ടൈപ്പ് ഇന്റലിജൻസ് ആണ് ഉള്ളത്. അപ്പൊ ഓരോ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ കുഞ്ഞുങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടെ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന് ആനുപാതികമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്, അങ്ങനെ പല ടൈപ്പ് ഇന്റലിജൻസ് ഉണ്ട്. അപ്പോ ചില കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് റൈമിക് പോലുള്ള മെത്തേഡുകൾ കൊടുക്കുവാണെങ്കിൽ ചിലർ പാട്ട് പാടി കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനത്തുള്ള മെത്തേഡുകൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യാം. ശാന്തി ഫസ്റ്റിൽ എന്താ ചെയ്തത്? ഇങ്ങനെ ഒരു മെമ്മറി ക്ലിയർ ആയില്ല. ഇങ്ങനെ ഒരു മെമ്മറി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ മെത്തേഡ്സ് ഉണ്ടെന്ന് മനസ്സിലായപ്പം ശാന്തി ഫസ്റ്റ് എന്താ ചെയ്തേ?
ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ കോമൺ ആയിട്ടുള്ള മെമ്മറി ഡെവലപ്പ്, ഇപ്പൊ നമ്പേഴ്സിനെ എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടത്, വേർഡ്സിനെ എങ്ങനെ കിട്ടിയത് മെമ്മറൈസ് ചെയ്യേണ്ടത്, അങ്ങനെ കോമൺ ആയിട്ടുള്ള മെത്തേഡുകളായിരുന്നു. അതിനുശേഷം എന്റെ ഒരു നേച്ചർ വെച്ചിട്ട് എനിക്ക് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടിയ ആളാണ്. കാരണം എനിക്ക് കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മെമ്മറിയിൽ സൂക്ഷിക്കുന്ന ആളാണ്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള റൂട്ട് എന്താണ്, അങ്ങനെ കുറച്ച് വിഷ്വൽ ഇന്റലിജൻസ് കൂടിയ ആളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പെസിഫിക് ഐറ്റം എടുത്തത്. കാരണം എന്റെ ഐറ്റം എന്ന് പറയുമ്പോൾ കണ്ടിട്ട് അതിനെ അതേപടി മെമ്മറിയിലേക്ക് സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള പ്രാക്ടീസ് ആയിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് ഫോളോ ചെയ്തത് ഈ ഒരു സ്പെസിഫിക് ഐറ്റത്തിന് വേണ്ടിയിട്ട്. ഇപ്പോ മറ്റെല്ലാ മേഖലകളും ഞാൻ നോക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസം ഓരോ ടാസ്ക് എടുക്കും. ഇപ്പൊ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിന്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടത്, കൺട്രി ക്യാപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നിനെ സ്പെസിഫിക് ആയിട്ട് മെമ്മറൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത്. അത് അതിനനുസരിച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, 2017 ഈ ഗിന്നസ് റെക്കോർഡിന് ട്രൈ ചെയ്യുന്നത് അല്ലേ? 2015 ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. 2 വർഷം എടുത്തു, 2-2.5 വർഷം എടുത്തു ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ 45 സാധനങ്ങൾ വെച്ചിട്ട് അത് വീണ്ടും തിരിച്ചു വേറെ ഏതൊക്കെ രീതിയിൽ വെച്ച് കഴിഞ്ഞാലും ഒരു 1 മിനിറ്റിനകം തിരിച്ച പഴയ പോലെ ആക്കി. അല്ല, ഒബ്ജക്റ്റിനെ കണ്ട് അതിന്റെ സീക്വൻസ് മെമ്മറൈസ് ചെയ്യാൻ 1 മിനിറ്റേ കിട്ടത്തുള്ളൂ. ആ 1 മിനിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് മെമ്മറൈസ് ചെയ്തിരിക്കണം ഓർഡർ. അതിനുശേഷം അവരതിനെ കൂട്ടിയിടും, അതിന് പഴയ ക്രമത്തിൽ പഴയ രീതിയിൽ ക്രമപ്പെടും. അത് കഴിഞ്ഞപ്പോ ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിന് ശേഷമാണോ ഈ ഒരു ടെക്നോളജി ഒക്കെ കുട്ടികൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത്? അതെ, 2015 ഗിന്നസിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ ഈ മേഖലയിൽ തുടർന്ന് പഠനങ്ങൾ നടത്തുകയും മെമ്മറി ചാമ്പ്യൻഷിപ്പ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തത്. കാരണം മെമ്മറി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് മെമ്മറി സ്പോർട്സ് ആണ്. എല്ലാ വർഷവും മിക്ക രാജ്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അധികം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പൊ മെമ്മറി സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാവുന്ന സംഭവമാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും മികച്ച ആൾക്കാർക്ക് ടോപ്പിലെത്താൻ പറ്റുന്ന സംഭവമാണ് മെമ്മറി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കി ആ ചാമ്പ്യൻഷിപ്പിന് ഉപയോഗിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം, അവരുടെ പഠന കാര്യത്തിലും ദൈനംദിന ജീവിതത്തിലും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബ്രെയിൻ ഹാക്ക് എന്ന പേരിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ബ്രെയിൻ ഹാക്ക് എന്ന് പറഞ്ഞിട്ട് അതിലെല്ലാവർക്കും ജോയിൻ ചെയ്യാവോ? ഇപ്പൊ നിലവില് ഏകദേശം ഒരു 6 വയസ്സ് തൊട്ട് 12+2 പഠിക്കുന്ന കുട്ടികൾക്കുള്ള ട്രെയിനിങ് ആണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വരും കാലങ്ങളിൽ മുതിർന്ന ആൾക്കാർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അവരുടെ എങ്ങനെ മെമ്മറി കൂടുവോ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ? ഒത്തിരി ഡിഫറൻസ് എന്ന് വെച്ചാൽ അവർക്ക് എത്ര ഹ്യൂജ് ആയിട്ടുള്ള ഡേറ്റ കിട്ടിയാലും മെമ്മറൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ അവർക്ക് കിട്ടും. ആ മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്ത് അവരെ കൊണ്ട് ഓരോ ദിവസവും അവർക്ക് പ്രാക്ടീസ് കൊടുക്കും. പ്രാക്ടീസ് കൊടുക്കുന്നതനുസരിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായി വരും. ഹ്യൂജ് ഡേറ്റ എല്ലാം അവർ ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഐഫോൺ ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മാനുവലൊക്കെ വായിച്ച് മനസ്സിലാക്കും. പക്ഷെ നമ്മുടെ ഒരു ബ്രെയിൻ എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുള്ളത് നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ കാറ്റലോഗ് നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഈ ഒരു ഭാഗമാണ് ശാന്തി ട്രെയിൻ ചെയ്ത് മെമ്മറി, നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഇപ്പൊ നിലവിൽ ഞങ്ങൾ കൊടുക്കുന്ന മെമ്മറി ഡെവലപ്മെന്റ് ആണ്. ഭാവിയിൽ ഓവറോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പണിപ്പുരയിൽ നടക്കുന്നുണ്ട്. കാരണം ഒരാളെന്ന് പറയുമ്പോൾ മെമ്മറി മാത്രം ഇമ്പ്രൂവ് ആയാൽ പോരല്ലോ, എല്ലാ രീതിയിലുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസ് അവർക്ക് ഡെവലപ്പായി വരണം. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം ആ ഒരു മേഖലയെ ഫോക്കസ് ചെയ്തിരിക്കും. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഒരു എൻട്രി പോയിന്റ് ആണ് മെമ്മറി ട്രെയിനിങ്. ഓക്കെ, നമുക്കൊരു എത്ര വയസ്സ് വരെയൊക്കെ ഇത് മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ പറ്റും? 10, 30, 40 വയസ്സൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ ഓർമ്മ ഇങ്ങനെ കുറഞ്ഞു പോകുമല്ലോ. ചില പേരൊക്കെ ഓർത്തെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. അതെന്തുകൊണ്ടായിരിക്കും? അത് നമുക്കൊരു ലേറ്റ് 20s ഒക്കെ കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള നമ്മുടെ കൊഗ്നിറ്റീവ് ഡിക്ലൈൻ, എല്ലാ ഫംഗ്ഷൻസും ചെറുതായിട്ട് ഡിക്ലൈൻ വന്നു തുടങ്ങും. പക്ഷെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ച് വരണമെങ്കിൽ ഒരു 50 എബോ ഇയർ ഒക്കെ വരണം, എന്നാലേ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരത്തുള്ളൂ. പക്ഷേ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. റെഗുലർ പ്രാക്ടീസ് വഴി നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരുപാട് എക്സസൈസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമുക്ക് ഈ പറയുന്ന ഡിക്ലൈനെ റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. പർപ്പസ്ഫുള്ളി നല്ല രീതിയിൽ എഫർട്ട് എടുക്കുവാണെങ്കിൽ ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞാൽ പോലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, മെമ്മറി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇത് എനിക്ക് വേറൊരു ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ആണ്. അപ്പൊ നമുക്ക് ഓർമ്മിക്കണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറി തന്നെ അങ്ങ് ഇരിക്കൂലേ? അതെ, നമുക്ക് പലപ്പോഴും പെയിൻഫുൾ മെമ്മറീസ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പെയിൻഫുൾ മെമ്മറീസ് മറക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്.
പലപ്പോഴും അത്രയും ഡീപ്പായിട്ടുള്ള പെയിൻഫുൾ മെമ്മറീസ് ആണെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി EMDR പോലുള്ള പ്രാക്ടീസുകൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. ഓക്കെ, അല്ലാതെ ഈ പെയിൻഫുൾ മെമ്മറീസ് എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന മെമ്മറീസ്, നമ്മളൊരു കാര്യത്തെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർ ആവുന്നെങ്കിൽ അത് എത്ര നാൾ വേണമെങ്കിലും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് നമുക്ക് മറക്കാൻ കഴിയില്ല, നമുക്ക് അറിയാലോ. അപ്പൊ ഈ ഒരു ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ലോങ് ടൈം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിയറി നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് ലോങ് ടൈം ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ലയോ? അപ്പൊ അതുകൊണ്ട് കുട്ടികളോടൊക്കെ നമ്മൾ പറയും, നിങ്ങൾ എന്ത് കാര്യങ്ങൾ പഠിക്കുക, നമുക്ക് ലോങ് ടൈമിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനെ കുറച്ച് ഇമോഷൻ കൂടി ആഡ് ചെയ്യുക, നമ്മുടെ സെൻസ് ഓർഗൻസിനെ കൂടി ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് ലോങ് ടൈമിലേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ പെയിൻഫുൾ മെമ്മറീസ് മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായി വരാറുണ്ട്. അപ്പൊ അത്രയും ഡീപ്പായിട്ടുള്ള പെയിൻഫുൾ മെമ്മറി ആണെങ്കിൽ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും. നമുക്ക് അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ഇറേസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അതിന്റെ തീവ്രത നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും ഒരു നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇപ്പൊ മെമ്മറി ഒക്കെ ഇത്ര സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ കൂട്ടാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം. ഓക്കെ, അപ്പൊ അത് ആ സ്റ്റോറി പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോറി പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വിചാരിക്കുന്നത് മാമിന് ആ സ്റ്റോറിയിലുള്ള കണ്ടന്റ് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നേ. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യത്തെ നന്നായിട്ട് കേട്ട് വിഷ്വലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കേട്ട് കളയുകയല്ല, അതിനെ നമ്മുടെ മനസ്സിൽ, നമ്മളിപ്പോ ഒരു കണ്ണടച്ചിട്ട് ഒരു ഐസ്ക്രീം കാണാൻ പറയുന്നത് നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നേ? ഐസ്ക്രീമിന്റെ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും, അതിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യാനൊക്കെ പറയത്തില്ലേ? അതുപോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. മാമിന്റെ സെൻസ് ഓർഗൻസിനെ എല്ലാം ഇൻവോൾവ് ചെയ്യിച്ചുണ്ട്. ഒന്ന് കണ്ണടയ്ക്കാമോ? ഓക്കെ, ഞാനൊരു എന്റെ ജീവിതത്തിൽ എന്റെ ലൈഫിൽ തന്നെ നടന്ന ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി, അതിനെ ഒന്ന് കേട്ട് ഫീൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. അതിൽ ഏറ്റവും ഇളയ കുട്ടികൾ ട്വിൻസ് ആണ്. ഇപ്പൊ 4 വയസ്സായിട്ടുള്ളൂ. അത് തന്നെ മോളുണ്ട്. ആ മോളെയും കൊണ്ട് മോക്ക് ഒരു ദിവസം പനി പിടിച്ചിട്ട്, എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പൊ മോക്ക് പനി പിടിച്ചിട്ട് ഞാനും ഹസ്ബൻഡും കൂടി പുള്ളിക്കാരിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അവിടെ എത്തിയപ്പോ എന്നത്തെക്കാളും വ്യത്യസ്തമായിട്ട് അവിടെ കാണാൻ പറ്റിയൊരു സംഭവം, കാഷ്വാലിറ്റി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അവിടെ കാഷ്വാലിറ്റി ആണ് ഉള്ളത്, OP ഇല്ല. ഓക്കെ, അപ്പൊ കാഷ്വാലിറ്റിയുടെ എൻട്രൻസ് മുതൽ അങ്ങ് റോഡ് വരെ ഒരു വലിയൊരു ക്യൂ, പേഷ്യൻസ് എല്ലാം ഇങ്ങനെ ക്യൂ ആയിട്ട് നിരയായിട്ട് നിൽക്കുകയാണ്. അതിൽ കുഞ്ഞു പിള്ളേര് മുതൽ നല്ല പ്രായം ചെന്ന ആൾക്കാർ വരെയുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു സംഭവം, എല്ലാവരും നന്നായിട്ട് ചുമയ്ക്കുന്നു. അപ്പോ ഞങ്ങൾ അവിടെ പരിചയമുള്ള ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരോട് ചോദിച്ചു, എന്ത് പറ്റിയത്, എല്ലാവരും നന്നായിട്ട് ചുമക്കുന്നുള്ളൂ, ഇത് എന്താ പുതിയ എന്തെങ്കിലും അസുഖം? കാരണം കൊറോണ വന്നതിന് ശേഷം നമുക്ക് ഒരു ടെൻഷൻ ഉണ്ട്, പുതുതായിട്ട് എന്തെങ്കിലും ഒരു പാൻഡമിക് വരുമോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ എന്തെങ്കിലും പുതുതായിട്ട് അസുഖമാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ ആ സെക്യൂരിറ്റി സ്റ്റാഫ് പറഞ്ഞത്, ഡോക്ടേഴ്സ് പറയുന്നത് നിൽക്കുന്ന എല്ലാവർക്കും ന്യൂമോണിയ ആവാൻ, ലങ്സ് ഇൻഫെക്ഷൻ, ന്യൂമോണിയ ആവാനുള്ള ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കേട്ട് ഞങ്ങൾ ആ ക്യൂവിൽ മോളെ കൊണ്ടൊന്ന് സേഫ് ആയിട്ട് നിന്നു. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എടുത്തു ആ ക്യൂ ഒന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഡോക്ടറിന് തൊട്ടടുത്ത് ഞങ്ങൾ നിൽക്കുവാണ്. ഡോക്ടർ ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 55-60 വയസ്സിന് പ്രായം മുകളിലുള്ള ഒരു അമ്മാവനെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അവിടെ നോക്കിയിട്ട് ഡോക്ടർ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നേരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് റൂമിലേക്ക്, ഡോക്ടേഴ്സിന്റെ റൂം അവിടെയുണ്ട്, അങ്ങടേക്ക് പോയി നിങ്ങൾക്ക് കാണാവുന്നുണ്ട്. ഡോക്ടർ പോകുന്നുണ്ട്. ഒരു 2 മിനിറ്റിൽ പുള്ളി തിരിച്ചു വരുമ്പോൾ ഡോക്ടർ ഒരു നല്ല ഭാരമുള്ള ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പ് പോലെ തോന്നും. അതും ചുമന്നിട്ടാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോസ്കോപ്പ് പോലെ തോന്നുമെങ്കിലും ഒരുപാട് ലീഡിന്റെ എൻഡിലായിട്ട് കുഞ്ഞു ക്യാമറയും കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, ക്യാമറയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഡോക്ടർ ഇതെന്താ പുതിയ സംഭവം എന്താന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പുതിയതായിട്ട് വന്നൊരു എക്യുപ്മെന്റ് ആണ്, അൾട്രാസൗണ്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പ്, അൾട്രാ മൈക്രോസ്കോപ്പ് ആണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ആ പേഷ്യന്റിനോട് പറഞ്ഞു, നിങ്ങൾ ആ മാസ്ക് ഒന്ന് മാറ്റിയിട്ട് വായൊന്ന് തുറക്കാൻ പറയുന്നു. അദ്ദേഹം വാ തുറക്കുമ്പോൾ ഡോക്ടറിന്റെ ലീഡ് എടുത്ത് അദ്ദേഹത്തിന്റെ മൗത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനകത്തുള്ള വിഷ്വൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സൈഡിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട്, എല്ലാവർക്കും കാണാം, ഡോക്ടറിനും കാണാം, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതവിടെ വെച്ചിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ത്രോട്ട് ഇങ്ങനെ കുറച്ച് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കാണുവാണ്. പെട്ടെന്ന് ആ സ്ക്രീനിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു ബോള്
ഒരു സിൽക്കിന്റെ നൂല് ഇങ്ങനെ ചുറ്റി ചുറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോൾ പോലെ ഒരു സംഭവം കണ്ടു. ഉം. അപ്പൊ നമ്മളെല്ലാം ഇതെന്താ സംഭവം, ഇതെന്താ, നമുക്ക് സാധാരണ നമ്മളെല്ലാരും 8-9 ക്ലാസ്സിലൊക്കെ നമ്മുടെ ഈ ബോഡിയുടെ ഇന്നർ പാർട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. ബോൾ പോലെ തോന്നുന്നു, സിൽക്കിന്റെ ബോൾ പോലെ. ഇതിങ്ങനെ എല്ലാവരും പരസ്പരം സംസാരിക്കും, എന്താ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ബോൾ എടുത്ത് വിഴുങ്ങി എന്ന് പറയാം, ഇത്രയും പ്രായം ചെന്ന മനുഷ്യൻ ബോൾ വിഴുങ്ങുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിനിടയിൽ വല്ലാത്തൊരു ഒച്ച കേട്ടു. ഒച്ച കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതിനെ കമ്പയർ ചെയ്യാൻ തോന്നിയത്, നമ്മൾ ഈ ഡിസ്കവറി ചാനലിലൊക്കെ വോൾക്കാനിക് ഇറപ്ഷന്റെ ടപ്പ് ടപ്പ് എന്നുള്ള ഒരു ഒച്ച കേൾക്കത്തില്ല, അതുപോലെ വോൾക്കാനിക് ഇറപ്ഷന്റെ ടപ്പ് എന്നുള്ളൊരു ഒച്ചയെ കേട്ടത്. സംഭവം ഈ പേഷ്യന്റ് വോമിറ്റ് ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ ത്രോട്ടിലേക്ക് ഇത് ഇൻസർട്ട് ചെയ്തപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹം വോമിറ്റ് ചെയ്തു. ഇവിടെയാണ് ഫണ്ണി ആയിട്ടുള്ള സംഭവം. സാധാരണ രീതി നമ്മളൊക്കെ വോമിറ്റ് ചെയ്ത ഈ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ കുറെ കുഞ്ഞു 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 കോൺ ഐസ്ക്രീംസ് ആയിരുന്നു. ഫണ്ണിയായിട്ട് മാത്രം എടുക്കുക, കുഞ്ഞു കോൺ ഐസ്ക്രീംസ്. ഓക്കെ, കണ്ണു പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റോറി, ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അതിന് മാത്രം ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ആ നിൽക്കുന്ന പേഷ്യൻസ്, ലോങ് ക്യൂലുള്ള ആൾക്കാർക്ക് എന്ത് അസുഖം എന്നാ പറഞ്ഞത്? എന്തിനുള്ള പോസിബിലിറ്റിയാ പറഞ്ഞേ? ന്യൂമോണിയ. ഇനി ആ ഡോക്ടർ കൊണ്ടുവന്ന ഡിവൈസിന്റെ പേരെന്തായിരുന്നു? അൾട്രാ മൈക്രോസ്കോപ്പ്. അൾട്രാ മൈക്രോസ്കോപ്പ്. എന്ത് ബോളാ നമ്മൾ കണ്ടത്? എന്തിന്റെ പോലത്തെ ബോളാ കണ്ടത്? സിൽക്ക് ബോൾ കണ്ടു. എന്ത് ഇറപ്റ്റ് ചെയ്യുന്ന, എന്തിന്റെ ഒച്ചയാ നമ്മൾ ഫീൽ ചെയ്തേ? വോൾക്കാനിക് ഇറപ്ഷൻ. വോൾക്കാനിക് ഇറപ്ഷന്റെ. എന്താ ഒമിറ്റ് ചെയ്തപ്പോ കണ്ടത്? കുറെ കോൺ ഐസ്ക്രീംസ്. കുറെ കോൺ ഐസ്ക്രീംസ് കണ്ടു. അപ്പൊ ഇതിൽ 5 വേർഡ്സ് ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതിന്റെ സ്റ്റോറി ഫണ്ണി സ്റ്റോറിയാണ്. ന്യൂമോണിയ പറഞ്ഞു, അൾട്രാ മൈക്രോസ്കോപ്പ് പറഞ്ഞു, സിൽക്ക്, വോൾക്കാനോ, കോൺ ഐസ്ക്രീം. ഈ 5 വേർഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ന്യൂമോണിയ, അൾട്രാ മൈക്രോസ്കോപ്പ്, സിൽക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? ആ സിൽക്ക് മാത്രം, നമുക്കിവിടെ സിൽക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ. ന്യൂമോണിയ, അൾട്രാ മൈക്രോസ്കോപ്പ്, സിൽക്ക്, വോൾക്കാനോ അല്ലേ? വോൾക്കാനോ, കോൺ ഐസ്ക്രീം. ഓക്കെ. അപ്പൊ ഈ 5 വാക്കുകൾ, ന്യൂമോണിയ, അൾട്രാ മൈക്രോസ്കോപ്പ്, സിൽക്ക്, വോൾക്കാനോ, കോൺ ഐസ്ക്രീം, ഈ 5 വേർഡിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താൻ പോവാണ്. നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, സിലിക്കോ, വോൾക്കാനോ, കോണിയോസിസ്. നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, സിലിക്കോ, വോൾക്കാനോ, കോണിയോസിസ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, വോൾക്കാനോ, എന്താ പറയണേ? ഓക്കെ, സിലിക്കോ. ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ. ന്യൂമോണോ, രണ്ടാമത്തെ പോയി, എന്തായിരുന്നു? ഓക്കെ, അൾട്രാ മൈക്രോസ്കോപ്പിക് എന്ന് പറയണം അല്ലേ? ന്യൂമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, അവിടെ എന്തായിരുന്നു? വോൾക്കാനോ. ആ സ്റ്റോറി ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ എന്താ കണ്ടത്? നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, ഇവിടെ കോണിയോയും പിന്നെ ഓക്കെ, അതിനിടയ്ക്ക് എന്തായിരുന്നു? സിലിക്ക. നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, സിലിക്കോ, കോണിയോ അല്ലേ? അതെന്താ? വോൾക്കാനോ, ഒരു സൗണ്ട് കേട്ടു. വോൾക്കാനോ പിന്നെ കോണിയോ അല്ലേ? കോണിയോസിസ്. ഓക്കെ, കോണിയോസിസ്. നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, എന്തെങ്കിലും വേർഡാണോ? അസുഖത്തിന്റെ പേരാ? ലോങ്ങസ്റ്റ് ഡിസീസ് നെയിമാണ്. ഡിക്ഷണറിയിലുള്ള ഏറ്റവും നീളം കൂടിയ ഒരു ഡിസീസിന്റെ പേരാണ്. ഇതിനകത്ത് 45 ലെറ്റേഴ്സ് ഉണ്ട്. നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പി, സിലിക്കോ, വോൾക്കാനോ, കോണിയോസിസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സിലിക്കോസിസ് എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്. ഈ പാറമടകളിലും അതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻ മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിടെ സിലിക്ക ഡസ്റ്റ് ഉണ്ടാവും കൂടുതലായിട്ട്. അത് ഇൻഹെയിൽ ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു ലങ് ഡിസീസ് ആണ് നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, സിലിക്കോ, വോൾക്കാനോ, കോണിയോസിസ്. ഓക്കെ. പക്ഷെ ഈ ഒരു വേർഡിനെ നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, സിലിക്കോ, വോൾക്കാനോ, കോണിയോസിസ്. ഓക്കെ. അപ്പൊ ഈ ഒരു വേർഡിനെ സാധാരണ രീതിയിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് ആയിട്ട് വായിക്കും. നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക്, നിമോണോ, അൾട്രാ മൈക്രോസ്കോപ്പിക് എന്ന രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് ആയിട്ട് വായിച്ച് ബൈ ഹാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷെ ഈ ഒരു മെത്തേഡ് അപ്ലൈ ആണെങ്കിലോ? മെമ്മറീസും പിന്നെ അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ സ്റ്റോറി ഓർത്തെടുക്കാം.
അതെ, നമുക്കൊരു കണക്ഷൻ അവിടെ ഉണ്ട്. ഉണ്ട്. നമ്മളൊരു കണക്ഷൻ കൊടുക്കും. കാരണം നമ്മുടെ സെൻസ് ഓർഗൻസോട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, പേഷ്യന്റിന് നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന പേഷ്യന്റ് ന്യൂമോണിയ ആണ്, കൊണ്ടുവന്ന ഡിവൈസ് ഇന്നതാണ് എന്ന രീതിയിൽ ഒരു വിഷ്വൽ കൊടുത്തു അവിടെ. അതാ ഞാൻ കണ്ണടച്ചിട്ട് അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. അവിടെ വിഷ്വൽ കൊടുത്തു. ഇതേ സംഭവമാണ് നമ്മൾ ഒരു ഫിലിം കാണുമ്പോഴും നടക്കുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മളൊരു ഫിലിം കാണുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ ആരും കമ്പും കൊണ്ട് കൂടെ ഇരിക്കാറില്ല. നോക്ക് ഇതിൽ നടന്റെ പേരെന്താണ്, നടിയുടെ പേരെന്താണ്, അല്ലെങ്കിൽ ആ പാട്ട് എന്താണെന്ന് നമ്മൾ ആരും കമ്പും കൊണ്ട് കൂടെ ഇരിക്കാറില്ല കുഞ്ഞുങ്ങളുടെ അടുത്ത്, അല്ലേ? പക്ഷെ എന്ത് ഈസി ആയിട്ട് അവരത് റീകോൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാലും പിന്നീട് ഒരു ഒറ്റത്തവണ കണ്ട സിനിമയാണെങ്കിലും പിന്നീട് എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതിന്റെ ഒരു സീൻ കാണുമ്പോൾ പറയാം ഇന്ന ഫിലിമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സത്യം. അത് മാത്രമല്ല പാട്ടാണെങ്കിലും നമ്മൾ എത്ര വലിയ പാട്ടുകളും പെട്ടെന്ന് പഠിച്ചെടുക്കുന്നല്ലേ, പാടി അങ്ങ് അതെ അതെ, ഒരു എഫേർട്ട് ഇല്ലാതെ. എഫർട്ട്ലെസ് ആയിട്ട് ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ പിന്നിലുള്ള സയൻസ് ഇതാണ്. അതിനകത്ത് എന്താ കൂടുതൽ ബ്രെയിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്, മൂവ്മെന്റ്സ് ഉണ്ട്, സൗണ്ട്സ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബ്രെയിൻ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. ഈ ഒരു തിയറി നമ്മുടെ പഠിത്തത്തിലേക്ക്, നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഠനം ഭയങ്കര ഈസി ആക്കാം. വെരി ഗുഡ്. അപ്പൊ ഈ പിന്നെ ബ്രെയിൻ ഹാക്ക് എന്ന് പറയുന്ന ഇത്രയും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോ അവർക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ റെക്കഗ്നിഷൻസ് കിട്ടിയോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോ 5-6 കൺട്രിയിൽ നിന്ന് ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. ഓൺലൈനായിട്ട് ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. ഞങ്ങൾക്ക് 24 പുറത്ത് പറയും. ഇനി കുറച്ച് പേര് പ്രിപ്പറേഷനിലാണ്. നാഷണൽ റെക്കോർഡ്, ഓരോ ഐറ്റത്തിലും നാഷണൽ റെക്കോർഡ്, മെമ്മറി തന്നെ പല പല ഐറ്റംസ് എടുത്ത് നാഷണൽ റെക്കോർഡ് കുട്ടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 5 കുട്ടികൾ ഇപ്പോൾ ഏഷ്യൻ റെക്കോർഡിലേക്ക്, URFന്റെ ഏഷ്യൻ റെക്കോർഡിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 8 കുട്ടികൾ ഗിന്നസിന് വേണ്ടിയുള്ള പ്രാക്ടീസിലാണ്. അതിൽ 2 പേര് ഫൈനൽ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഞങ്ങള് മെമ്മറി മാരത്തോൺ എന്നൊരു പ്രോഗ്രാം നടത്താറുണ്ട്. ഇത് ശരിക്കും സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ്. മെമ്മറി മാരത്തോണിൽ നമ്മുടെ കുട്ടികളെ മാത്രമല്ല, കുട്ടികളുടെ പേരൻസിനെ കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാറുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന മെമ്മറി മാരത്തോണില് 45 പേര്, അതില് ഈ പറഞ്ഞ പോലെ 4 വയസ്സ് മുതൽ 45 വയസ്സുള്ള ആൾക്കാരുണ്ടായിരുന്നു. പേരൻസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയോഡിക് ടേബിളിലെ 180 എലമെന്റ്സ്, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ തുടങ്ങി ടെന്നസിൻ, ഒർഗാനസിൻ വരെയുള്ള 118 എലമെന്റ്സിന്റെ പേരും അവയുടെ അറ്റോമിക് നമ്പരും, അതുപോലെ നമ്മുടെ ലോകത്തിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും, ഇത് കംപ്ലീറ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്ത് റീകോൾ ചെയ്താണ് ഈ മെമ്മറി മാരത്തോൺ നടത്തിയത്. ഇതിൽ 4 വയസ്സ് മുതൽ 45 വയസ്സുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? ബൈഹാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർക്ക് അതിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ഷൻസ് കൊടുത്ത് വിഷ്വലൈസേഷൻ, അങ്ങനെ ഓരോരോ മെത്തേഡുകൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. നമുക്ക് പീരിയോഡിക് ടേബിളിലെ 180 എലമെന്റ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു 5 days മതി. 5 daysൽ ഒരു 1 hour പോലും വേണ്ട. നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ 180 എലമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ അറ്റോമിക് നമ്പർ ഉൾപ്പെടെ, അതും ഓർഡർ മാത്രമല്ല അറ്റോമിക് നമ്പർ, ഇപ്പൊ 25 ഏതെന്ന് വെച്ചാൽ മാംഗനീസ് ആണെന്ന് പറയാനും അവർ ഏബിൾ ആയിരിക്കും. അപ്പൊ ഇത് ഇപ്പൊ നമുക്കിപ്പോ കുറച്ച് ടെക്നോളജീസ് ഇങ്ങനെ ടൂൾസ് ആൻഡ് ടിപ്സ് ഒക്കെ നിങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ അത് ഏത് സാഹചര്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും? ഇപ്പൊ വലിയ എസ്സേസ് ഒക്കെ പഠിക്കണമെങ്കിലും ഒക്കെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ഇപ്പൊ നമ്പേഴ്സ് മെമ്മറൈസ് എന്ന രീതിയല്ല ഒരു വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ മെത്തേഡുകളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഓരോ ആൾക്കാരനുസരിച്ചും ചിലപ്പോൾ മെത്തേഡുകൾ മാറ്റം വരുത്തേണ്ടി വരും. നേരത്തെ പറഞ്ഞു, ഓരോരുത്തരും ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടിയിരിക്കുന്നു. എത്ര നാളത്തെയാണ് ഈ കോഴ്സ്? ഇപ്പോൾ കറന്റ് നമ്മൾ നടത്തുന്ന കോഴ്സ്, ബ്രെയിൻ ഹാക്കിന്റെ കോഴ്സ് മിനിമം 4 മാസം, മാക്സിമം ചിലപ്പോൾ 6-7 മാസം വരെയൊക്കെ നീണ്ടുപോകും. കാരണം അത് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഓരോരുത്തരും അത് പിക്ക് ചെയ്തെടുക്കുന്ന സമയം വ്യത്യസ്തമായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് നീണ്ടുപോകാം. മിനിമം 4 മാസം എന്തായാലും വേണ്ടി വരും. 3 കുട്ടികൾ. കാരണം മെത്തേഡുകൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും അത് ഫോളോ ചെയ്യത്തില്ല. കാരണം കുഞ്ഞുങ്ങളാണ്, മെത്തേഡ് അവർ കുറച്ച് മടി കാണിക്കും. അപ്പൊ ഓരോ ദിവസം അവർക്ക് കൊടുക്കുന്ന മെത്തേഡ് അനുസരിച്ച് കുറേശ്ശെ വർക്കും കൂടെ കൊടുക്കും. ആ മെത്തേഡ് അനുസരിച്ച് തിങ്ക് ചെയ്യാനുള്ള കുറച്ച് കണ്ടന്റ് കൂടെ കൊടുത്ത് അങ്ങനെ അവരുടെ തിങ്കിങ് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുവാ ചെയ്യുന്നത്. ഓക്കെ, 3 കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പം അവരും ഇങ്ങനെ മെമ്മറി, ഞാൻ ഇത് തോന്നുന്നു യാമി അല്ലെ, ഞാൻ പത്രത്തിൽ കണ്ടു. അതെ, മൂത്ത മകള് യാമി, ഇളയ ആൾക്കാര് യാൻവി ആണ്. യാമിയുടെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ആദ്യം പുള്ളിക്കാരിക്ക് ഈ പറയുന്ന പോലെ മെമ്മറി ട്രെയിനിങ്ങിന് വന്നിരിക്കുക അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അപ്പോ അതിനുശേഷം ഞങ്ങളുടെ കുട്ടികൾക്ക് തന്നെ നാഷണൽ റെക്കോർഡ് കിട്ടി. അവർക്ക് കിട്ടുന്ന റെക്കഗ്നേഷൻ ഒക്കെ കണ്ടതിന് ശേഷമാണ് എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് താല്പര്യപ്പെട്ടു വന്നു. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ദൈവത്തിന്റെ സഹായത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ യാമി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അതെ, ഒരു ഓയിലർ നമ്പർ അല്ലേ?
അതെ, ഓയിലറ്റ് നമ്പർ, അതിന്റെ കോൺസ്റ്റന്റിന്റെ ആദ്യത്തെ 560 പ്ലേസ് വാല്യൂ റീകോൾ ചെയ്തു. അതിനോടൊപ്പം 3 ഒബ്ജക്റ്റ് ജഗ്ലിംഗ് കൂടെ ചെയ്തിട്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ജഗ്ലിംഗ് ആയിരുന്നു. ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് രണ്ടും അച്ചീവ് കൂടെ ചെയ്തത്. ഒരുമിച്ച് ചെയ്തു. അതെ, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുക. കാരണം ഒന്ന് ഈ നമ്പർ പറയുന്ന നമ്പറിന്റെ റെസിറ്റേഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ ജഗ്ലിംഗും കണ്ടിന്യൂസ് ആയിരിക്കണം. അതിന്റെ 2, വീഡിയോ 8, 4, 5, 9, 0, 4, 5, 2, 3, 5, 3, 6, 0, 2, 8, 7, 4, 7, 1, 3, 5, 2, 6, 6, 2, 4, 9, 7, 7, 5, 7, 2, 4, 7, 0, 9, 3, 6, 9, 9, 9, 5, 9, 5, 7, 4, 9, 6, 6, 9, 6, 7, 6, 2, 7, 7, 2, 4, 0, 7, 6, 6, 3, 0, 3, 5, 3, 5, 4, 7, 5, 9, 4, 5, 7, 1, 3, 8, 2, 1, 7, 8, 5, 2, 5, 1, 6, 6, 4, 2, 7, 4, 2, 7, 4, 6, 6, 3, 9, 1, 9, 3, 2, 0, 0, 3, 0, 5, 9, 9, 2, 1, 8, 1, 7, 4, 1, 3, 5, 9, 6, 6, 2, 9, 0, 4, 3, 5, 7, 2, 9, 0, 0, 3, 3, 4, 2, 9. പിന്നെ വീടിന്റെ പേര് ഗിന്നസ് വാലി എന്നാണ് അല്ലേ? അതെ, ഗിന്നസ് വാലി എന്നാണ് വീടിന്റെ പേരിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ഇത് ഗിന്നസ് എന്റെ 2017 ഗിന്നസ് കിട്ടിയതിന് ശേഷമുള്ള ഗിഫ്റ്റ് ആയിരുന്നു ഈ ഒരു വീടെന്ന് പറയുന്ന മാധ്യമത്തിന്റെ അമ്മ താരസംഘടനയുടെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഗിന്നസ് വാലി എന്ന് ഇട്ടിരിക്കുന്നത്. അതെ, അവരുടെ ഭാഗത്ത് നിന്ന് ഇത് അക്ഷരവീടാണ്, അമ്മ എന്ന അക്ഷരവീടാണ്. ഇത് ഗിന്നസിന്റെ ഇതിൽ നിന്ന് കിട്ടുക. കാരണം ഗിന്നസ് വഴിയാണ് ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ഗിന്നസ് വാലി എന്ന പേരിലേക്ക് മാറ്റി. കാരണം ഈ ഒരു വീട്ടിലേക്ക് ഒരുപാട് ഗിന്നസിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ. എന്തായാലും വളരെ സന്തോഷം എന്നെ കോൺടാക്ട് ചെയ്തതിലും, അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു മെമ്മറി ടെക്നിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും, അല്ലെ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറയുന്ന കാര്യം അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ ഗിന്നസ് വരെ എത്തി. കേരളത്തിലെ ആദ്യത്തെ ഒരു ഗിന്നസ് റെക്കോർഡല്ലേ ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ? അതെ, ഈ ഒരു കാറ്റഗറിയിൽ ആദ്യത്തെ ഗിന്നസ് റെക്കോർഡാണ്. നമുക്ക് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ഞാൻ എപ്പോഴും ആൾക്കാരോട് എല്ലായിടത്തും പറയുന്നൊരു സംഭവമാണ്. ഇതിപ്പം കുറച്ച് ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട സംഭവമല്ല. ഈ ഒരു മെമ്മറി ട്രെയിനിങ് ഉണ്ടതും അല്ലെങ്കിൽ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാവുന്ന സംഭവമാണ്. നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്ന വഴി, ഇപ്പൊ ഒരാൾ പ്രാക്ടീസ് എടുക്കുന്ന വഴി, ഇപ്പം ഞാനിപ്പോ ഇത്രയും നാളുകൊണ്ട് പ്രാക്ടീസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം മാം ഇപ്പൊ എന്നോട് ഒരു 500 എബോ നമ്പർ പറഞ്ഞാലും എനിക്കത് കേട്ടിട്ട് അതേ കണക്ക് തന്നെ തിരിച്ച് പറയാൻ പറ്റും. നമ്പർ ആയാലും കളർ ആയാലും അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ശരി. ഇപ്പൊ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് മെമ്മറി കുറയാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? മീൻസ് ഇപ്പം മൊബൈൽ ഒരുപാട് ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ഇൻഫർമേഷൻ ഓവർലോഡ് ഇങ്ങനെ പോകുമ്പോഴേ. അതെ, അതെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും മാറ്റം വന്നൊരു സംഭവം എന്ന് പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് ഈ മൊബൈലിന്റെ ഉപയോഗം വന്നല്ലോ. മൊബൈലിന്റെ ഉപയോഗം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്ട് ചെയ്തിരിക്കും നമ്മുടെ ഉറക്കം. നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. കാരണം 8 മണിക്കൂർ കണ്ടിന്യൂസ്, മിനിമം 8 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൗണ്ട് സ്ലീപ്പ് നമുക്ക് കിട്ടണം. കാരണം കൺസോൾട്ടേഷൻ സ്റ്റേജ്, നമ്മൾ ഈ പകൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം, പകൽ നടക്കുന്നതായാലും കാണുന്നതായാലും പഠിക്കുന്നതായാലും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാനുള്ള ബ്രെയിൻ ഒരു ടൈം കൊടുക്കണ്ടേ. കാരണം ആ ഒരു മെഷീന് കുറച്ചു നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുറച്ചൊരു റെസ്റ്റിങ്ങിനുള്ള ടൈം കൊടുക്കുന്നില്ല നമ്മൾ ആരും തന്നെ. സ്ലീപ്പ് മോഡിൽ ഇടണം അല്ലേ? അതെ, സ്ലീപ്പ് മോഡിൽ ഇട്ടേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ലോങ് ടൈമിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങും. അപ്പൊ അത് ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ച്, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം തുടങ്ങിയതിന് ശേഷം നമ്മുടെ ബ്രെയിനിന് മാത്രമല്ല ഓവറോൾ നമ്മുടെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക മസ്റ്റ് ആയിട്ട്. പിന്നെന്ന് പറയുന്നത് എക്സസൈസിന്റെ കാര്യമാണ്, വ്യായാമം. അത് എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും അതിന് കുറച്ച് സമയം കണ്ടെത്തുക. കാരണം ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിന് മുന്നിലാണ്, ഇപ്പൊ നമ്മളാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏത് നേരവും ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഒരല്പം നേരമെങ്കിലും വ്യായാമത്തിന് സമയം കണ്ടെത്തുക. കണ്ടെത്തിയില്ലെങ്കിൽ അതിന്റെ ദൂഷ്യവശങ്ങൾ നമ്മളൊരു 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അറിഞ്ഞു തുടങ്ങും. അത് മെമ്മറിയിലായാലും മൊത്തത്തിലുള്ളൊരു നമ്മുടെ ബോഡി മൊത്തത്തിലുള്ള ഹെൽത്തിലായാലും. വേറെ എന്തെങ്കിലും ഞാൻ ചോദിക്കേണ്ടതായിട്ടുണ്ടോ തോന്നുന്നുണ്ടോ? ലൈവ് ഇപ്പം ഞാൻ മെമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. നമ്പർ വേണമെങ്കിൽ മാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10, 30, 40 നമ്പർ വേണമെങ്കിൽ ഞാനിപ്പോ റീകോൾ ചെയ്യാം. മാം പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന്, അപ്പൊ ആൾക്കാർക്ക് ഒരു പ്രൂഫ് കിട്ടും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിന്റെ. അല്ല, ഞാനിപ്പം ഒരു 20 നമ്പർ അങ്ങോട്ട് പറഞ്ഞിട്ട് അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് പറയുന്നുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല ഞാൻ ഏത് മാം സീക്വൻസിലാ എഴുതി പറഞ്ഞത്. വെക്കുക. മാം ജസ്റ്റ് ഒന്ന് പറയുന്ന അനുസരിച്ച് അവിടെ ഓക്കെ സ്പോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ ഞാനൊന്ന് എഴുതുവാണേ. 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരുന്നു കേട്ടോ. ഞാൻ 2 ഡിജിറ്റാ എഴുതുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ നമ്പർ ഇല്ലാത്ത പോലെ തോന്നും. 1 2 3 4 5 6 7 8 9 10 10 നമ്പേഴ്സ് പറയാം. അതെ, 20 ആണോ? കുറച്ചും കൂടി ഇട്ട് ഒപ്പിക്കുള്ളൂ, കുഴപ്പമില്ല. നമ്പർ ഇല്ലേ ഈ ലോകത്ത്?
അത് നമ്മൾ ഇങ്ങനെ എഴുതാൻ നോക്കുമ്പോൾ നമുക്ക് ഈ 1 തൊട്ട് 100 വരെ നമ്പർ ഉണ്ടെങ്കിൽ ഈ 90 എണ്ണം 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. അതാ 31. റിപ്പീറ്റ് വന്നാലും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ ശരി. ഓക്കെ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. എനിക്ക് ഞാൻ 1 പറയട്ടെ? by 1 ആയിട്ട് പറയുക. ഒരു നമ്പർ പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് പറയുമ്പോൾ അടുത്ത നമ്പർ പറയുക. ഓക്കെ, ഓക്കെ ശരി. ഓക്കെ. 13. ഫസ്റ്റ് നമ്പർ 13. 13. ഓക്കെ, ഓക്കെ. 13, 13. നെക്സ്റ്റ് 20. 20. നെക്സ്റ്റ് 25. ഓക്കെ. നെക്സ്റ്റ് 45. ഓക്കെ. നെക്സ്റ്റ് 65. നെക്സ്റ്റ് 12. നെക്സ്റ്റ് 15. നെക്സ്റ്റ് 10. നെക്സ്റ്റ് 35. 26. നെക്സ്റ്റ് 95. നെക്സ്റ്റ് 76. നെക്സ്റ്റ് 68. നെക്സ്റ്റ് 54. 54. ഓക്കെ. നെക്സ്റ്റ് 41. നെക്സ്റ്റ് 31. ഓക്കെ. നെക്സ്റ്റ് 18. 18. നെക്സ്റ്റ് 17. 17. ഓക്കെ. 17. നെക്സ്റ്റ് 44. ഓക്കെ. 44. 53. 53. ഓക്കെ, ഞാനൊന്ന് ചിന്തിച്ച് നോക്കട്ടെ എത്രത്തോളം നമ്പേഴ്സ് എന്റെ മെമ്മറിയിലുണ്ടെന്ന്. ഓക്കെ, ഓക്കെ, ഏകദേശം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഷുവർ. ഓക്കെ. ഫസ്റ്റ് എന്നോട് പറഞ്ഞ നമ്പർ ഇറ്റ്സ് 13, then 20, 25, 45, 65, 12, 15, 10, 35, 26, 95, 76, 68, 54, 41, 31, 18, 17, 44, last number 53. My God. Super. ഓക്കെ, ഞാൻ ഇതിന്റെ റിവേഴ്സ് കൂടി ഒന്ന് പറയട്ടെ. ഓക്കെ. ലാസ്റ്റ് ഫസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് എന്നോട് പറഞ്ഞ നമ്പർ ഇറ്റ്സ് 53, then 44, 17, 18, 31, 41, 54, 68, 76, 95, 26, 35, 10, 15, 12, 65, 45, 25, 20, and the first number is 13. Thank you. സൂപ്പർ, അടിപൊളി. താങ്ക് യു. പണ്ടേ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്കൂൾ കാലത്തൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പണിപ്പെട്ട് പഠിക്കണ്ടായിരുന്നു. പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകപ്പ് എഴുതിയാൽ മതി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം ഈ ഒരു മേഖലയെ പറ്റി ഒരുപാട് പേർക്ക് അറിവില്ല. എല്ലാവരിലേക്കും ഈ ഒരു അറിവെത്തണം. കാരണം എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശാന്തിയെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ചത്. തീർച്ചയായിട്ടും ഇത് കാണുന്ന പാരന്റ്സിന്, കുട്ടികൾക്ക് മെമ്മറിയുടെ ഒരു ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇടുന്നുണ്ട്. അതുപോലെ ഇനിയും ഇതുപോലെ ഇത് കണ്ടിന്യൂ ചെയ്ത ഒത്തിരി ഗിന്നസ് റെക്കോർഡ്സ് കിട്ടട്ടെ. കേരളത്തിന്റെ പേര് ഇനിയും ഇങ്ങനെ വരട്ടെ. ഓക്കെ മാം, താങ്ക് യു. ഒത്തിരി സന്തോഷം. ഇത്രയും നേരം മാമുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഇത്രയും കാര്യങ്ങൾ മാമിനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം.
താങ്ക് യു. എനിക്കും ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാനും അതുപോലെ മാത്രമല്ല നമ്മൾ ഒത്തിരി അങ്ങ് ഇന്റലക്ച്വൽ വെറുതെ അങ്ങ് കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു പിന്നീട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് പഠിക്കുന്നുമില്ല. ആ, ജസ്റ്റ് അന്നേരം ഇപ്പൊ പഠിച്ചു എഴുതി തീർന്നു അല്ലേ? അതെ അതെ അപ്പൊ ഇതിപ്പോ ഒരു വിഷ്വലൈസേഷനും അതിന്റെ ഇമോഷണൽ എലമെന്റും ഒക്കെ ചേർത്തുകൊണ്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഓർത്ത് വെക്കാം എന്നൊക്കെ ആ ഒരു ഇതൊക്കെ രീതിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഒത്തിരി കുട്ടികൾക്കും ഓക്കെ മാം, ഒത്തിരി എല്ലാവർക്കും. സന്തോഷം. എല്ലാവരിലേക്കും എത്തട്ടെ, ഈ വിവരം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു.